നമസ്കാരം. വെൽക്കം ടു ഇരിനോസ് അനാലിസിസ് സ്വാഗതം. നമ്മൾ നോക്കുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ആർട്ടിക്കിൾസ് ആണ്. ഇത് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് 4 ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ആണുള്ളത്. ഫസ്റ്റ് ആർട്ടിക്കിൾ ഉഡാൻ 2.0 ആയിട്ട് ബന്ധപ്പെട്ടാണ്. ഗവൺമെന്റ് ഈ പറഞ്ഞ ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി, എയർ ട്രാൻസ്പോർട്ട് കണക്ടിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഒരു സ്കീമാണ് ഉഡാൻ എന്ന് പറയുന്നത്. ഉഡാൻ 1.0 അല്ലെങ്കിൽ ജസ്റ്റ് ഈ പറഞ്ഞ ഉഡാൻ എന്നുള്ള സ്കീമാണ് ഇപ്പോൾ നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ സെക്കൻഡ് വേർഷനായ ഉഡാൻ 2.0യെ കുറിച്ചിട്ട് ഗവൺമെന്റ് ഇപ്പോൾ ആലോചന തുടങ്ങിയിരിക്കുന്ന രീതിയിൽ വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കണക്ടിവിറ്റി, ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി, ട്രാൻസ്പോർട്ടേഷൻ അങ്ങനെയൊക്കെ വന്നിരിക്കുന്നതാണ്. ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 ഇൻഫ്രാസ്ട്രക്ചറിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും ഈ ഒരു ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ രണ്ടാമത്തെ ടോപ്പിക് ഗ്രോയിങ് എ അഡോപ്ഷൻ മേ ബൂസ്റ്റ് ഡിമാൻഡ് ഫോർ ഗോൾഡ് എന്നുള്ളതാണ് ആർട്ടിക്കിൾ ഹെഡ്ലൈൻ വന്നിരിക്കുന്നത്. അതായത് നിലവിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ സ്വർണ്ണത്തിന്റെയൊക്കെയാണ് വില ഓരോ ദിവസവും കഴിയുമോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ കാരണങ്ങളായിട്ട് പല കാരണങ്ങളുണ്ട്. അതിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഈ ഗ്രോയിങ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അഡോപ്ഷൻ. അപ്പൊ എങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അഡോപ്ഷൻ ഈ പറഞ്ഞ പോലെ സ്വർണ്ണത്തിന്റെ വില ഉയർത്തുന്നത് അല്ലെങ്കിൽ സ്വർണ്ണത്തിന്റെ ഡിമാൻഡ് ഉയർത്തുന്നത് എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിൾ, രണ്ടാമത്തെ ആർട്ടിക്കിൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ഒരു ടോപ്പിക്കും എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ട് പഠിക്കുന്നതുകൊണ്ട് തന്നെയാണ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 3യുടെ പോയിന്റ് ഓഫ് വ്യൂ ആ ഒരു സെക്കൻഡ് ടോപ്പിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ മൂന്നാമത്തെ ടോപ്പിക്ക് മിനിമം സപ്പോർട്ട് പ്രൈസുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതാണ് ഷോർട്ടിൽ MSP എന്ന് അറിയപ്പെടുന്നത്. സോ MSP എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ കർഷകരുടെയൊക്കെ തന്നെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഒക്കെ ഉയർത്തുക, അവർക്ക് ഒരു ബേസിക് മിനിമം ഇൻകം ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളൊരു ആവശ്യത്തോടുകൂടി, ഒരു ലക്ഷ്യത്തോടുകൂടി ഗവൺമെന്റ് ലോഞ്ച് ചെയ്തൊരു പദ്ധതിയാണ് MSP. എന്നാൽ ആ MSPയുടെ പ്രധാനപ്പെട്ട ഒരു ഫ്ലോപ്പിനെ കുറിച്ചിട്ട്, അതിൽ ഈ പറഞ്ഞ പോരായ്മയായിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മൾ ബേസിക്കലി ക്ലാസ്സിലൊക്കെയാണ് പഠിക്കുന്നതാണ്. ആ ഒരു പോയിന്റിനെ കുറിച്ചിട്ടാണ് ആ മൂന്നാമത്തെ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്ന കാരണം ജനറൽ സ്റ്റഡീസ് പേപ്പർ 3യുടെ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ഫോർത്ത് ടോപ്പിക് ഇന്ത്യസ് അർബൻ ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസിങ്ങിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ ഹിന്ദു ന്യൂസ് പേപ്പറിലെ എഡിറ്റോറിയൽ പേജിൽ ഉണ്ടായിരുന്ന ആർട്ടിക്കിളാണിത്. സോ ഇന്ത്യയുടെ അർബൻ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ എന്തൊക്കെയാണ് പോരായ്മകളായിട്ട് നിലവിലുള്ളത്? കാരണം നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ മിക്ക അർബൻ ലോക്കൽ സെൽഫ് ഗവൺമെന്റുകൾക്ക് ഈ പറഞ്ഞ പോലെ സെൽഫ് ഗവേണിംഗ് ആണ്. ബട്ട് ഈ പറഞ്ഞ പോലെ അവർ ഫിനാൻസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴേക്കും ഒരു സെൽഫ് ആയിട്ടുള്ള രീതിയിലല്ല പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതലും നമ്മുടെ ഇവിടെ നാട്ടിലുള്ള ലോക്കൽ ബോഡീസ് ഒക്കെ ആണെങ്കിലും സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഗ്രാന്റുകളൊക്കെ ഉപയോഗിച്ചാണ് റൺ ചെയ്യുന്നത്. പക്ഷേ ഇവയുടെ നോക്കുവാണെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് പ്രവർത്തിക്കാനായിട്ടുള്ള ആ ഒരു ഫിനാൻസ് കണ്ടെത്താൻ കഴിയുന്നവയാണ്. അപ്പൊ എവിടേക്കാണ് പോരായ്മകൾ നിലനിൽക്കുന്നത് തുടങ്ങിയ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ആ ഒരു ആർട്ടിക്കിളിനകത്ത് പഠിക്കാൻ സാധിക്കും. അതൊരു മീൻസിന്റെ റിലവന്റ് ആയിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അതുകൊണ്ട് തന്നെ ജനറൽ സ്റ്റഡീസ് പേപ്പർ ത്രൂ ഗവേണൻസിന്റെ പെർസ്പെക്റ്റീവിലും അതുപോലെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ പെർസ്പെക്റ്റീവിലും ആയിരിക്കും ആ ഒരു ടോപ്പിക് നമ്മൾ പഠിക്കുന്നത്. പിന്നെ നമ്മൾ എല്ലാ ക്ലാസ്സിലും ചെയ്യുന്ന പോലെ തന്നെ ഈ ടോപ്പിക്സ് വിശദമായിട്ട് പഠിച്ചതിന് ശേഷം ഇതിൽ നിന്നും ഒരു മോഡൽ പ്രിലിംസ് MCQ സോൾവ് ചെയ്തായിരിക്കും നമ്മൾ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ടൈം കളയാണ്ട് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ ഉഡാൻ ആയിട്ട് ബന്ധപ്പെട്ടാണ്. ഉഡാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉഡേ ദേശ് കാ അപ്നാ ആം നാഗരിക് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ആ ഒരു വാർത്തയ്ക്കകത്ത് ഫസ്റ്റ് പാരഗ്രാഫിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഉഡേ ദേശ് കാ ആം നാഗരിക് എന്നുള്ളതാണ്. സോ ഉഡാൻ എന്നുള്ള സ്കീം ബേസിക്കലി ഞാൻ നേരത്തെ പറഞ്ഞു ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ടാണ്. എയർ കണക്ടിവിറ്റിയാണ് മെയിൻലി ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ എയർ ട്രാൻസ്പോർട്ടേഷൻ നോക്കുവാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ലീസ്റ്റ് എക്സ്പ്ലോർഡ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ മീൻസ് ആണ് എയർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. അതായത് ലെസ് ദാൻ 1 അല്ലെങ്കിൽ ബിറ്റ്വീൻ 1 to 3% മാത്രമാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ മേഖലയിൽ ഈ എയർ ട്രാൻസ്പോർട്ടിനെ ഉപയോഗിക്കുന്നത്. പക്ഷേ എയർ ട്രാൻസ്പോർട്ടേഷൻ ഒരുപാട് ഗുണങ്ങളുള്ള കാര്യം നമുക്കറിയാം. ബിക്കോസ് ടൈം വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഡൽഹിക്ക് പോവുകയാണെങ്കിൽ കുറഞ്ഞ മണിക്കൂർ കൊണ്ട് നമുക്ക് അവിടെ എത്താൻ സാധിക്കും. പക്ഷേ മറ്റ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ പോവുകയാണെങ്കിൽ അത് ദിവസങ്ങളാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ലെസർ ടൈമേ എടുക്കുകയുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് കൃത്യമായിട്ട് ഈ പറഞ്ഞ പോലെ ട്രാൻസ്പോർട്ടിൽ ആളുകളിലേക്കാണെങ്കിൽ കണക്ടിവിറ്റിക്ക് നമുക്ക് ഉപകാരപ്പെടാം. അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലിമിറ്റേഷൻ ആയിട്ട് നിൽക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇതിന്റെ പ്രൈസ് ആണ്. അല്ലെ, ഇപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് ഡൽഹിക്ക് യാത്ര ചെയ്യാൻ നേരത്തും ചാടിക്കയറി നമ്മൾ മീൻസ് ഫ്ലൈറ്റ് ആയിരിക്കത്തില്ല ബുക്ക് ചെയ്യുന്നത്. നമ്മൾ മറ്റു മാർഗം കൂടെ അന്വേഷിക്കും. അല്ലെ, ട്രെയിൻ ആണെങ്കിൽ അല്ലെങ്കിൽ ട്രെയിൻ ഒക്കെയാണെങ്കിൽ നമ്മൾ അന്വേഷിക്കും. ബിക്കോസ് കമ്പയർഡ് ടു എയർ ട്രാൻസ്പോർട്ടേഷൻ അത്രയും കോസ്റ്റ്ലിയർ അല്ല മറ്റ് നമ്മുടെ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. പിന്നെ മറ്റൊരു ലിമിറ്റേഷൻ ആയിട്ട് നിൽക്കുന്നത് നമുക്കിപ്പം എയർപോർട്ടുകൾ എന്ന് പറയുന്ന എല്ലാ സ്ഥലങ്ങളിലും അത് എന്താ പറയാ പോസിബിൾ ആണെന്ന് നിർബന്ധമില്ല. ബിക്കോസ് ടെറൈനും അവിടെ ഒരു ലിമിറ്റേഷനാണ്. ഈ പറഞ്ഞ പോലെ ഹില്ലി ഏരിയാസിലൊക്കെ നമുക്ക് അങ്ങനെ എയർപോർട്ടുകൾ പണിയാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അതാണ് മെയിൻലി പറയുന്നത് നമ്മുടെ നോർത്ത് ഈസ്റ്റ് മേഖല നേരിടുന്ന ഒരു പ്രശ്നം. ബിക്കോസ് അവിടങ്ങളിൽ കൂടുതലും ഈ ഹില്ലി ഏരിയാസ് ആയതുകൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ടുള്ള എയർപോർട്ട് വിത്ത് റൺവേ എന്നുള്ളൊരു കൺസെപ്റ്റ് അവിടെ അധികം പ്രായോഗികമല്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പക്ഷേ നമുക്ക് എയർ കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള കണക്ടിവിറ്റി ഓരോ റീജിയനെ തമ്മിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു സ്കോപ്പിന് വേണ്ടിയിട്ടാണ്, ആ ഒരു ബെറ്റർ കണക്ടിവിറ്റി എന്നുള്ള സ്കോപ്പ് നടപ്പാക്കാനായിട്ടാണ് സത്യം പറഞ്ഞ ഗവൺമെന്റ് ഉഡാൻ എന്നുള്ള സ്കീം നടപ്പാക്കിയത്. അതായത് ഈ പറഞ്ഞ ലിമിറ്റേഷൻസ് ഒക്കെ കുറെ കുറയ്ക്കണം. ഒന്നാമത്തെ ലിമിറ്റേഷൻ ആയ ഫ്ലൈറ്റ് ട്രാവലിന് കോസ്റ്റ് കുറയ്ക്കണം. മീൻസ് പെർ ടിക്കറ്റ് ഈ പറഞ്ഞ ചാർജുകൾ ഈ പറഞ്ഞ അഫോർഡബിൾ ആകണം. അതേപോലെ തന്നെ കൂടുതൽ എയർപോർട്ടുകൾ നമുക്ക് കൊണ്ടുവരാനായിട്ടും സാധിക്കണം. ഈ എയർപോർട്ടുകൾ കൊണ്ടുവരാന്ന് പറയുമ്പോഴേക്കും നോർമലി നമുക്ക് അറിയാവുന്നതാണ്, സാധാരണ ഒരു എയർപോർട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നോർമൽ സൈസിലുള്ള ഒരു വിമാനം വന്ന് ലാൻഡ് ചെയ്യണമെങ്കിൽ അത് ഏകദേശം 3.5-4 കിലോമീറ്റർ ലെങ്ത് വേണം. അതിന്റെ റൺവേക്ക് തന്നെ അത്രയും കിലോമീറ്റർ ലെങ്ത് വേണം. പിന്നെ ഈ പറഞ്ഞ പോലെ
എസ്പെഷ്യലി ഇത് നോർത്ത് ഈസ്റ്റിലേക്കൊക്കെ വരുമ്പോഴേക്കും അവിടെ ഹില്ലി ഏരിയാസ് ആണ്. അവിടങ്ങളിൽ പറഞ്ഞ ഇത്രയും കിലോമീറ്റർ കണ്ടെത്തുക, റൺവേക്ക് വേണ്ടി ഇത്രയും കിലോമീറ്റർ കണ്ടെത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അതിനെ മറികടക്കാനായിട്ടാണ് ഗവൺമെന്റ് ഈ ഉഡാൻ എന്നുള്ള സ്കീമിനകത്ത് മെയിൻലി ലക്ഷ്യമിടുന്നത്. നമ്മളിവിടെ ഈ പിക്ചറിൽ കാണുന്ന പോലെയുള്ള ചെറു വിമാനങ്ങൾ എന്ന് പറയുമ്പോഴേക്കും 70-80 ആളുകളൊക്കെയാണ് മെയിൻലി പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള വിമാനങ്ങൾ അറ്റ് എ ടൈം നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നത്. നോർമലി ഒരു ഫ്ലൈറ്റ് എന്ന് പറയുമ്പോഴേക്കും 160-180 പാസഞ്ചേഴ്സ് ഒക്കെ കയറുമ്പോൾ ഇതുപോലുള്ള വിമാനങ്ങൾക്ക് 70-80 ആ റേഞ്ചിലായിരിക്കും ആളുകൾ കയറുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ചെറു വിമാനങ്ങളായതുകൊണ്ട് തന്നെ ഇവയ്ക്ക് റൺവേയുടെ ലെങ്ത് അത്രത്തോളം മതി. റൺവേ ലെങ്ത് വളരെ കുറവാണ് ഈ പ്ലെയിനുകൾക്ക്. അതുകൊണ്ട് തന്നെ നോർമലി നമ്മൾ ഈ പറഞ്ഞ പോലത്തെ ലോങ് റൺവേ, ഒരു 3.5 to 4 കിലോമീറ്റേഴ്സിന്റെ റൺവേ ഒക്കെ വരുന്ന ആവശ്യകത ഇത്തരത്തിലുള്ള വിമാനങ്ങൾക്ക് വേണ്ട. അതുകൊണ്ട് തന്നെ ചെറിയ മേഖലകളിലും ഇങ്ങനെയുള്ള വിമാനങ്ങളെ ലാൻഡ് ചെയ്യിക്കാൻ നമുക്ക് സാധിക്കും. കാരണം അത്രയും ഷോർട്ടർ ആയിട്ടുള്ള റൺവേസ് മതി. ഈ ഒരു ലക്ഷ്യമാണ് മെയിൻലി നമ്മൾ ഉഡാനകത്തുള്ളത്. അതായത് നമ്മൾ നേരത്തെ അനുഭവിച്ചിരുന്ന കുറച്ചൊക്കെ ലിമിറ്റേഷൻസ്, എയർ ട്രാൻസ്പോർട്ട് മേഖലയിലെ കുറച്ചൊക്കെ ലിമിറ്റേഷൻസ് ഈ ഒരു സ്കീമിലൂടെ നടപ്പാക്കുമ്പോൾ കുറയ്ക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് മെയിൻലി ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ നമുക്ക് ഏകദേശം കാണാം, ഉഡാൻ എന്നുള്ള സ്കീം കൊണ്ടുവന്ന് 2016 ഇപ്പൊ നിലവിൽ പറയുകയാണെങ്കിൽ ഉഡാൻ 1.0 എന്ന് വേണമെങ്കിൽ പറയാം. അത് നിലവിൽ റൺ ചെയ്യുന്നത് 2016 തൊട്ട് 10 വർഷത്തേക്കാണ് ഉദ്ദേശിച്ചത്, 2026 വരെ. 2026 അപ്രോച്ചിങ് ആകാറായി. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന്റെ സെക്കൻഡ് വേർഷനെ കുറിച്ച് ഗവൺമെന്റ് ഇപ്പോൾ ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് മെയിൻലി ഉദ്ദേശിക്കേണ്ടത്. ഇപ്പൊ ഉഡാൻ എന്നുള്ള സ്കീമിലൂടെ നമ്മൾ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതായത് ഇപ്പൊ നിലവിൽ കണക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ടയർ 1, ടയർ 2 സിറ്റീസ് ആണ് മെയിൻലി കണക്ട് ചെയ്യപ്പെടുന്നത്. ഇനി നമ്മൾ ഈ പറഞ്ഞ പോലെ ഉഡാൻ 2.0 വരുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് കണക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യണം. ലൈക്ക് ടയർ 3, ടയർ 4 സിറ്റികളിലേക്കും കൂടെ നമുക്കത് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഒരു ഉഡാൻ സ്കീം എന്ന് പറയുമ്പോഴേക്കും അത് മാർക്കറ്റ് ഡ്രിവൺ മോഡലാണ്. ഓഫ് ദ ഫസ്റ്റ് ഉഡാൻ സ്കീം അലോസ് എയർലൈൻസ് ടു ആക്സസ് ഡിമാൻഡ് ഓൺ സ്പെസിഫിക് റൂട്ട്സ് ആൻഡ് സബ്മിറ്റ് പ്രൊപ്പോസൽസ് ഡ്യൂറിംഗ് ബിഡിംഗ് റൗണ്ട്സ്. അതായത് പറഞ്ഞ മാർക്കറ്റ് ഡ്രിവൺ മോഡലാണ്. ഐ മീൻസ് ആവശ്യകത ഏറ്റവും കൂടുതൽ ആളുകൾ ഏത് റൂട്ടിലാണ് സഞ്ചരിക്കാൻ താല്പര്യപ്പെടുന്നത് ആ മേഖലകളിലേക്ക് ഈ ഉഡാൻ സ്കീമിന്റെ റൂട്ടുകൾ പ്രഖ്യാപിക്കുന്നുണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ സ്കീമിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇത് യൂസ് ചെയ്യുന്ന ഫണ്ടിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ്. അതെന്താണെന്നുള്ള കാര്യം നമുക്ക് വിശദമായിട്ട് പഠിക്കേണ്ടതുണ്ട്. പക്ഷേ ഇതാണ് ഒരു ബേസിക് ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ. സോ നമുക്ക് വീണ്ടും ഉഡാൻ എന്നുള്ള സ്കീമിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കണം. റീജിയണൽ എയർപോർട്ട് ഡെവലപ്മെന്റ് ആൻഡ് റീജിയണൽ കണക്ടിവിറ്റി സ്കീമാണ് ഓഫ് യൂണിയൻ ഗവൺമെന്റ്. ലോഞ്ച് ഇൻ ഒക്ടോബർ 21, 2016. 10 വർഷത്തേക്കാണ് അത് ലോഞ്ച് ചെയ്തത്. അതിപ്പം തുടക്കത്തിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ടയർ 2, ടയർ 3 സിറ്റികളിലേക്കാണ്, അത് വീണ്ടും ഈ പറഞ്ഞ ടയർ 4ലേക്ക് കൊണ്ടുവരാനായിട്ടാണ് ഉഡാൻ 2.0 ആഗ്രഹിക്കുന്നത്. ഇവിടങ്ങൾ ഈ ഒരു സ്കീം നടപ്പാക്കിയിരിക്കുന്ന മിനിസ്ട്രി ഏതാണ്? മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ ആണ് നടപ്പാക്കിയിരിക്കുന്നത്. ദെൻ ഈ ഒരു സ്കീം പ്രകാരം ഗവൺമെന്റ് ഇവിടെ നമ്മുടെ എയർലൈൻസുമായിട്ട് സഹകരിച്ചായിരിക്കും ഈ സ്കീം റൺ ചെയ്യിക്കുന്നത്. അതിനെയാണ് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ്, അതിനുവേണ്ടിയാണ് VGF വയബിലിറ്റി ഗ്യാപ്പ് മോഡൽ നടപ്പാക്കുന്നത്. അതായത് ഈ ഉഡാൻ എന്നുള്ള സ്കീമിനകത്ത് ഗവൺമെന്റ് പെർ ടിക്കറ്റിനകത്ത് നമ്മൾ ലിമിറ്റേഷൻ വെച്ചിട്ടുണ്ട്. 2500 രൂപയായിരിക്കണം മാക്സിമം ചാർജ് ചെയ്യാൻ പാടുള്ളൂ. അതിന് മുകളിലേക്ക് പാടില്ല. ഓക്കെ, അത് എല്ലാം ഈ പറഞ്ഞ പോലെ റൂട്ടുകളിലും പറ്റത്തില്ല. ഈ ഉഡാനുള്ള സ്കീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന റൂട്ടിലായിരിക്കണം. ഇപ്പൊ ചെന്നൈ കൊച്ചി എന്നുള്ള റൂട്ട് ഉഡാനകത്ത് ഉണ്ടെന്ന് വിചാരിച്ചു. ആ റൂട്ടിൽ ഈ പറഞ്ഞ പോലെ മാക്സിമം ഒരു 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 ടിക്കറ്റിന് ചാർജ് ചെയ്യാൻ പറ്റുന്ന റേറ്റ് 2500 രൂപയായിട്ട് ഗവൺമെന്റ് ഫിക്സ് ചെയ്യും. ഈ 2500 രൂപയ്ക്ക് താഴെ ആർക്കാണോ, ഏത് എയർലൈൻ ആണോ ബിഡ് സമർപ്പിക്കുന്നത്, ആ ബിഡ് സമർപ്പിക്കുന്ന എയർലൈൻ ആയിരിക്കും ആ റൂട്ടിൽ ഉഡാൻ സ്കീമിലൂടെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള അനുവാദം ഗവൺമെന്റ് കൊടുക്കുന്നത്. അവിടങ്ങളിൽ ഈ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പം 2500 രൂപ എടുക്കാന്ന് വിചാരിച്ചു. പക്ഷേ നിലവിൽ ആ ഒരു എയർലൈനിന്റെ നമ്മൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഓരോ ദിവസം മാറിയിരിക്കും. ബിക്കോസ് എയർലൈനിന്റെ കോസ്റ്റ് എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട ഒന്നാണ് ഏവിയേഷൻ ടർബൈൻ ഫ്യൂവൽ, അതിൽ ഉപയോഗിക്കുന്ന ഇന്ധനം, അതിന്റെ വിലയൊക്കെ മാറുന്നതനുസരിച്ച് കോസ്റ്റ് മാറും. അപ്പൊ റണ്ണിംഗ് കോസ്റ്റ് ആയിട്ട് ഗവൺമെന്റ് ഇത്രയാണ് ഫിക്സ് ചെയ്തത്. കൊച്ചി ചെന്നൈ റൂട്ടിൽ ഗവൺമെന്റ് ഫിക്സ് ചെയ്ത ഒരു സീറ്റിന്റെ തുക എന്ന് പറയുന്നത് 2500 രൂപയാണ്. പക്ഷെ ഒരു വിമാനം ആ റൂട്ടിൽ, മീൻസ് ഉഡാൻ സ്കീമിലൂടെ അംഗീകാരം കിട്ടിയ ഒരു വിമാനം ഈ റൂട്ടിൽ സഞ്ചരിച്ച് കഴിഞ്ഞപ്പോഴേക്കും അതിന് ചെലവായത് 3200 രൂപയാണെന്ന് വിചാരിക്കാം. ഓക്കെ, 3200 റുപ്പീസ് ആണ് അതിന് ചെലവായിട്ടുണ്ടായിരുന്നത്. സോ 3200 രൂപ ചെലവായ സാഹചര്യത്തിൽ ഈ പറഞ്ഞ 2500 രൂപയ്ക്കാണ് കരാർ ഒപ്പിട്ടത്. ഏകദേശം പറയുവാണെങ്കിൽ 700 രൂപ ഈ കമ്പനി എയർലൈൻ ഇൻഡസ്ട്രി നഷ്ടം സഹിക്കുന്നതായിട്ട് തുല്യമായിട്ട് മാറും. അങ്ങനെ വരാതിരിക്കാനായിട്ടാണ് ഗവൺമെന്റ് നിലവിൽ എന്ത് ചെയ്യുന്നത്, ഈ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ്, അതായത് എത്രയാണോ വ്യത്യാസം വന്നത്, 2500 ആണ് പറഞ്ഞത്, പക്ഷെ 3200 ചെലവായി എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ 700 രൂപ എക്സ്ട്രാ വന്ന 700 രൂപ ഗവൺമെന്റ് ഭാഗത്ത് ഗവൺമെന്റ് അത് കൊടുക്കാനായിട്ടൊക്കെ സഹായിക്കും. മീൻസ് നഷ്ടം സഹിച്ച് എയർലൈൻസിന് ഓടേണ്ടി വരത്തില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട്, അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ ആൻഡ് എക്സ്പെക്ടഡ് റവന്യൂ ഓൺ ദ ഐഡന്റിഫൈഡ് റൂട്ട്സ്, ഈ പറഞ്ഞ പോലെ അതിനുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് കൃത്യമായിട്ട്.
ഇതിന്റെ നോഡൽ മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ബിക്കോസ് സ്കീമുകളിലൊക്കെ ചോദ്യം വരുമ്പോഴേക്കും അവിടെ കറസ്പോണ്ടിങ് മിനിസ്ട്രിയെ കുറിച്ചും കൂടെ സ്റ്റേറ്റ്മെന്റ് അത് കാണാറുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ക്വസ്റ്റിന്റെ ബേസിലായിട്ട് നമ്മൾ കൃത്യമായിട്ട് മറക്കാതെ ഓർത്തിരിക്കും. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാം. രണ്ടാമത്തെ ആർട്ടിക്കിൾ ബേസിക്കലി ഈ പറഞ്ഞ പോലെ എയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഗോൾഡിന്റെ പ്രൈസ് അല്ലെങ്കിൽ ഗോൾഡിന്റെ ഡിമാൻഡ് നിലവിൽ ഈ പറഞ്ഞ പോലെ എയുടെ അഡോപ്ഷനിലൂടെ ഗോൾഡിന് ഗ്രോയിങ് എ അഡോപ്ഷൻ മേ ബൂസ്റ്റ് ഗോൾഡ് ഡിമാൻഡ് എന്നുള്ളതാണ് ആർട്ടിക്കൽ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നത്. ഇവിടങ്ങളിൽ ഇതൊരു പ്രിലിംസിന്റെ പെർസ്പെക്ടീവിൽ അറിഞ്ഞിരിക്കുക. ബിക്കോസ് ഇവിടെ നമുക്കൊരു തരത്തിൽ ചോദ്യം ചോദിക്കുവാണെങ്കിൽ ഗോൾഡിന്റെ യൂസേജസ് താഴെ തന്നിരിക്കുന്ന ഏതൊക്കെ കാര്യങ്ങൾ ഉപയോഗിക്കാം അങ്ങനെയൊക്കെ വരുന്ന ഒരു ക്വസ്റ്റ്യനകത്ത് ഈ പറഞ്ഞ പോലെ ടെക്നോളജീസ് ഈ പറഞ്ഞ പോലെ എ ടെക്നോളജിയുടെ ഭാഗമായിട്ട് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയേണ്ടി വരും. ബിക്കോസ് എവിടെയാണ് ഈ എ ടെക്നോളജിയുടെ ഭാഗമായിട്ട് നമ്മൾ ഗോൾഡ് ഉപയോഗിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി നിങ്ങൾ നമ്മൾ ഇലക്ട്രോണിക് ചിപ്പുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പം എന്തെങ്കിലും ഇലക്ട്രോണിക് വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഈ പറഞ്ഞ പോലെ പാർട്സുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഈ പറഞ്ഞ പോലെ മദർ ബോർഡുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കാണുമ്പോഴേക്കും അവിടെകളായിട്ട് ട്രേസ് എമൗണ്ടിൽ ഒരുപാട് വലിയ അളവുകളിലല്ല ഉപയോഗിക്കുന്നത്, വളരെ ട്രേസ് ആയിട്ടുള്ള അളവുകളിൽ എന്ത് ഉപയോഗിക്കാറുണ്ട്, ഈ സ്വർണ്ണത്തിന്റെ അംശം ഉപയോഗിക്കാറുണ്ട്. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വർണം എന്ന് പറയുമ്പോഴേക്കും എന്താ പറയുക, അതിന് ഒരുപാടധികം ബെറ്റർ പ്രോപ്പർട്ടീസ് ഉണ്ട്. തുരുമ്പെടുക്കത്തില്ല, അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ റെസിസ്റ്റൻസ് പവറുകൾ, അങ്ങനത്തെ ഒക്കെ കുറച്ചധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗുണങ്ങൾ ഈ പറഞ്ഞ പോലെ സ്വർണ്ണത്തിന് ഉള്ളതുകൊണ്ടിട്ടാണ് ഇങ്ങനെയുള്ള ഇലക്ട്രോണിക് മേഖലകളിൽ കൂടുതലായിട്ടും ഈ സ്വർണ്ണത്തിന്റെ ഉപയോഗം വരുന്നത്. ഇവിടെയാണല്ലോ എ അഡോപ്ഷൻ. ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ കൂടുതൽ എല്ലാ കാര്യങ്ങളും എ വെച്ചിട്ടാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. ഇപ്പം മെഷീനറീസിനൊക്കെ ആണെങ്കിലും കൂടുതൽ എ വന്നിരിക്കുന്നു, അല്ലെങ്കിൽ സോഫ്റ്റ്വെയറുകൾ എ ബേസ്ഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ എ വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോഴേക്കും അതിനകത്ത് സെൻസറുകൾ, ചിപ്പുകൾ, ഇങ്ങനെയുള്ള സാധനങ്ങളുടെ ഉപയോഗം വളരെയധികം കൂടും. അപ്പൊ ഇങ്ങനെയുള്ള വസ്തുക്കളിൽ കൂടുതലും സ്വർണ്ണങ്ങൾ ഉപയോഗിക്കുന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഗ്ലോബൽ ലെവലിൽ എയുടെ അഡോപ്ഷനോട് കൂടി തന്നെ ഗോൾഡിന്റെ ഡിമാൻഡ് എന്ത് ചെയ്ത് കൂടി എന്നുള്ള കാര്യം നോക്കാം. ബിക്കോസ് അത് നമുക്ക് ഈ ഡേറ്റയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ബിക്കോസ് ഈ ഡേറ്റയിൽ നമ്മൾ നോക്കുമ്പോഴേക്കും ഇവിടെ കൃത്യമായിട്ടും ഓരോ വർഷങ്ങളിൽ വന്നിരിക്കുന്ന വ്യത്യാസം നമുക്ക് Q3 2023 Q3 63.3 ടൺ ആയിരുന്നു ഈ പറഞ്ഞ പോലെ ഇലക്ട്രോണിക് വസ്തുക്കൾ ഉത്പാദിപ്പിച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് തന്നെ ഏകദേശം 77.3 ടണ്ണിന്റെ സ്വർണ്ണം നമുക്ക് വേണ്ടി വന്നിട്ടുണ്ട് ഇലക്ട്രോണിക്സ് ടെക്നോളജി മേഖലകളിൽ. ഇതേ സാധനം Q3 2024 ആയി കഴിഞ്ഞപ്പോഴേക്കും 83 ടണ്ണായിട്ട് മാറി. അപ്പൊ 77 നേരെ 83 വർധന നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് ബേസിക്കലി ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ടോപ്പിക്കിനകത്ത് മെയിൻലി പറഞ്ഞ പോലെ അക്കോർഡിംഗ് ടു WGC എന്ന് പറഞ്ഞ വേൾഡ് ഗോൾഡ് കൗൺസിലാണ്. ഗോൾഡ് കൗൺസിലിന്റെ കണക്കുകൾ പ്രകാരം ദി യൂസ് ഓഫ് ഗോൾഡ് ഇൻ ടെക്നോളജി പർട്ടിക്കുലർ ഡ്യൂ ടു എ ഇൻക്രീസ്ഡ് 7% 7% കൂടിയത്. ഇപ്പൊ നിലവിൽ അതായത് 83 ടണ്ണിലേക്കാണ് എത്തി നിൽക്കുന്ന ഒരു കാര്യം ഓർക്കുക. ഇത് 2024 മീൻസ് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിന്റെ ഈ പറഞ്ഞ പോലെ Q3 വെച്ചിട്ടുള്ള ഡേറ്റ വെച്ചിട്ടാണ് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്നത്. അത്രത്തോളം ഈ പറഞ്ഞ പോലെ സ്വർണ്ണത്തിന്റെ ഉപയോഗം, ഡിമാൻഡ് മെയിൻലി ഇവിടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും സ്വർണ്ണത്തിന്റെ ആണെങ്കിലും ഡിമാൻഡ് കൂടുമ്പോഴേക്കും ഞാൻ നേരത്തെ പറഞ്ഞാണ് അതിന്റെ സപ്ലൈ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ലിമിറ്റഡ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിന്റെ പ്രൈസ് അത്രത്തോളം കൂടാനായിട്ടുള്ള ചാൻസുകൾ വളരെ വളരെ കൂടുതലാണ്. ഇതിപ്പോ അതാണ് ഈ പറഞ്ഞ സ്വർണ്ണത്തിന് നിലവിൽ ഈ പറഞ്ഞ പോലെ വില കൂടാനായിട്ട് ഇടയാക്കിയ ഒരു കാരണം എന്നുള്ള കാര്യം ഓർക്കുക. പിന്നെ മറ്റു കാരണങ്ങൾ നമ്മൾ ഇതിനു മുമ്പത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. ഗവൺമെന്റുകളാണെങ്കിലും ഒരു സേഫർ നിക്ഷേപമായിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഇപ്പോൾ ആരെ കാണുന്നു, സ്വർണ്ണത്തിനെ കാണുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഗ്ലോബലി പറഞ്ഞ പോലെ ഡിമാൻഡ് കൂടിയപ്പോൾ സപ്ലൈ കുറവാണല്ലോ. അപ്പൊ അതിനനുസരിച്ച് അതിന്റെ പ്രൈസ് കൂടി നിൽക്കുന്ന കാര്യം ഓർക്കാം. പിന്നെ നിലവിൽ പറയുവാണെങ്കിൽ സ്വർണത്തിൻ്റെതായിട്ടുള്ള അല്ലാത്ത രീതിയിൽ ടെക്നോളജി നിർമ്മിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റും, പ്രശ്നമില്ല. ബിക്കോസ് ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലാണ് ഈ പറഞ്ഞ പോലെ സ്വർണ്ണം നമ്മൾ ട്രേസ് എമൗണ്ടിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ സ്വർണ്ണത്തിന് മാറ്റിയിട്ട് ചിപ്പുകൾ നിർമ്മിക്കുക എന്ന് പറയുമ്പോൾ ഒറ്റയടിക്ക് പറ്റത്തില്ല. ബട്ട് സ്ലോ റൺ പോസിബിൾ ആണ്. അതിനൊരു എക്സാമ്പിൾ ആണ് നമ്മൾ പണ്ട് കാലങ്ങളിൽ ഈ പറഞ്ഞ പോലെ LED മേഖല, നമ്മൾ LED നിർമ്മിക്കുന്നു, ബൾബുകൾ, ആ LED ഒക്കെ നിർമ്മിക്കുമ്പോൾ അതിൽ പോലും ഈ പറഞ്ഞ ചെറിയ രീതിയിൽ ഗോൾഡിന്റെ അളവുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നിലവിൽ ഈ പറഞ്ഞ പോലെ LED എന്ന് പറയുമ്പോൾ ഗോൾഡ് ഫ്രീ ആണ്. ഗോൾഡ് ഫ്രീ മിനി LEDs ആണ് നിലവിൽ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെ രീതിയിൽ പഠനങ്ങൾ നടത്തി കഴിഞ്ഞാൽ ഇതിന് ഉപയോഗം മാറ്റാൻ പറ്റും. അങ്ങനെ വരുമ്പോഴേക്കും ഇതിന്റെ പ്രൈസ് ആണെങ്കിലും ഒരു പരിധി വരെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും എന്നുള്ള കാര്യം ഓർത്തിരുന്നേക്കാം. ഇവിടെ നമ്മൾ മെയിൻലി പഠിക്കേണ്ടത് ഗോൾഡിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ്. ഓവിംഗ് ടു ഇറ്റ്സ് റെസിസ്റ്റൻസ് ടു കൊറോഷൻ. അപ്പം ഗോൾഡിന്റെ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് റെസിസ്റ്റീവ് പവർ, കൊറോഷൻ റെസിസ്റ്റന്റ് ആണെന്നുള്ള കാര്യം നോക്കാം. ഗോൾഡ് ഈസ് ഓൾസോ ഐഡിയൽ ഫോർ ദി യൂസ് ഇൻ ഇലക്ട്രിക്കൽ കോൺടാക്ട്സിൽ. ഗോൾഡ് ഇസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ്. ഹീറ്റിന്റെ ഒക്കെ കാര്യത്തിൽ ഗുഡ് കണ്ടക്ടറും കൂടിയാണ് ഗോൾഡ് എന്ന് പറയുവാണെങ്കിൽ. സോ ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളൊരു കുറെ ഈ പറഞ്ഞ പോലെ ഗുണങ്ങളും ഈ ഒരു ഗോൾഡിനുണ്ട്. നോൺ ടോക്സിക് നേച്ചർ ആണ്. അതേപോലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഡക്റ്റൈൽ മെറ്റീരിയൽസ് നോൺ ടു മെൻ ആണ്. ദെയർഫോർ സ്വിച്ച് കോൺടാക്ട്സിലൊക്കെ തന്നെ ആ പോയിന്റുകൾ കൊറോഷന് പോസിബിൾ ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. അപ്പൊ അവിടങ്ങളിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ സ്വർണ്ണം കൂടുതലായിട്ടും ഉപയോഗിക്കാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെസിസ്റ്റീവ് ടു ഹീറ്റും തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോറി കേട്ടോ, മാറിപ്പോയതാണ്. ഗോൾഡ് എന്ന് പറയുന്ന ഹീറ്റിന് ഗുഡ് കണ്ടക്ടർ ആണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരുന്നേക്കാം കേട്ടോ. അപ്പം ഹൈലി റെസിസ്റ്റീവ് കൊറോഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കൽ കോൺടാക്ട്സ് ഐഡിയൽ യൂസേജ് ഉണ്ട്. ഹീറ്റിന് ഗുഡ് കണ്ടക്ടറും കൂടിയാണ്. നോൺ ടോക്സിക് ആണ്. വൺ ഓഫ് ദ മോസ്റ്റ് ഡക്റ്റൈൽ മെറ്റീരിയൽസും കൂടിയാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇത്രത്തോളം ഗുണങ്ങൾ ഉള്ളതുകൊണ്ടിട്ടാണ് നമ്മുടെ ഇലക്ട്രോണിക്സ് മേഖലകളിൽ കൂടുതലായിട്ടും സ്വർണ്ണം നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആർട്ടിക്കിളാണ്, മൂന്നാമത്തെ ആർട്ടിക്കിൾ.
എം എസ് പി എന്ന് പറഞ്ഞാൽ മിനിമം സപ്പോർട്ട് പ്രൈസ് ആണ്. ഫാമേഴ്സ് കണ്ടിന്യൂ ഡിമാൻഡ് ഫോർ MSP ലോ ടു റെസ്യൂം മാർച്ച് ടു ഡൽഹി എന്നുള്ളതാണ് ആർട്ടിക്കിൾ വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ MSP എന്ന് പറയുന്നത് മിനിമം സപ്പോർട്ട് പ്രൈസ് ആണ്. നമുക്ക് മെയിൻലി ആ ഒരു കാര്യമാണ് മെയിൻലി നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ടത്. അതായത് 1966-67, അതായത് നമ്മുടെ ആ ഒരു ഗ്രീൻ റവല്യൂഷൻ ഒക്കെ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ ഒരു സമയങ്ങളിൽ നമ്മൾ അഗ്രികൾച്ചർ മേഖലയിൽ റിഫോംസുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സംഭവമാണ് MSP, കോണേഴ്സ് മിനിമം സപ്പോർട്ട് പ്രൈസ്. എന്തിനാണ് മിനിമം സപ്പോർട്ട് പ്രൈസ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കർഷകർക്ക് ഒരു മിനിമം ഇൻകം ഏൺ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലെ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണല്ലോ, കൃഷി ചെയ്തതിനു ശേഷം ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് വരുമാനം കിട്ടുന്നില്ല. അപ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള സ്റ്റേബിൾ ഇൻകം ഒരുക്കി കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഗവൺമെന്റ് ലോഞ്ച് ചെയ്ത പദ്ധതിയാണ് MSP എന്ന് പറയുകയാണെങ്കിൽ. സോ MSP is a minimum price for any crop that the government considers remunerative for farmers and hence deserving of support. Then ഈ പറഞ്ഞ പോലെ it is also the price that government agencies pay whenever they procure the particular crop from the farmers. കർഷകന്റെ കയ്യിൽ നിന്ന് ഈ MSP ഗ്യാരണ്ടീഡ് ആയിട്ട് പ്രഖ്യാപിച്ച് കൊടുത്തിട്ടാണ് കർഷകന്റെ കയ്യിൽ നിന്ന് സർക്കാർ ഇത് പ്രൊക്യൂർ ചെയ്യുന്നത്. സർക്കാർ ഇത് ആരിലൂടെയാണ് പ്രൊക്യൂർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുവേണ്ടിയുള്ള സെൻട്രൽ ഗവൺമെന്റ് ഏജൻസിയാണ് FC അഥവാ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. FC ഉപയോഗിച്ച് സർക്കാർ ഇത്തരത്തിൽ പ്രൊക്യൂർ ചെയ്യുന്ന വസ്തുക്കൾക്ക് സർക്കാർ പറയുന്ന MSP വെച്ചിട്ടായിരിക്കും നമ്മൾ കർഷകന് കൊടുക്കുന്നത്. ഇവിടെയാണ് മെയിൻലി പ്രശ്നം ഇരിക്കുന്നത്. ഈ ഒരു MSPയുടെ ഏറ്റവും വലിയ ഡ്രോബാക്ക് ആണ് കറന്റ് നോ സ്റ്റാറ്റ്യൂട്ടറി ബാക്കിംഗ്. അതായത് ഇങ്ങനെ നമ്മൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ കൊടുക്കണം നിർബന്ധമില്ല. ഇപ്പോൾ സർക്കാർ പറയുകയാണ് നെല്ലിന് ഞങ്ങൾ 25 രൂപ വെച്ച് പ്രൊക്യൂർ ചെയ്തോളാം എന്ന് പറയുകയാണ്. അതിന് കൃത്യമായിട്ട് നിയമത്തിന്റെ പിൻബലം ഉണ്ടെങ്കിൽ നമുക്കത് 25 കൊടുത്തില്ലെങ്കിൽ പ്രശ്നമായിട്ട് മാറുള്ളൂ. നിലവിൽ അതിന്റെ നിയമത്തിന്റെ പിൻബലമില്ല. അതുകൊണ്ട് തന്നെ പറയുകയാണ് ഈ പറഞ്ഞ പോലെ അയ്യോ ഞങ്ങൾക്ക് പറ്റത്തില്ല, ഈ പറഞ്ഞ പോലെ ഞങ്ങൾ പ്രഖ്യാപിച്ച സമയത്ത് നെല്ലിനൊക്കെ അത്യാവശ്യം വിലയുള്ള കാരണം ഓക്കെ വാങ്ങാൻ മീൻസ് പ്രൊക്യൂർ ചെയ്യാൻ വന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ നെല്ല് വിലയില്ലാത്തതുകൊണ്ട് 25 തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ നോർമലി അങ്ങനെ പറയാറില്ലായിരിക്കും, ബട്ട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് MSPക്ക് സ്റ്റാറ്റ്യൂട്ടറി ബാക്കപ്പ് ഇല്ല എന്നുള്ള കാര്യം നോക്കാം. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ഇത് പ്രഖ്യാപിക്കുന്ന പ്രൈവറ്റ് ഏജൻസീസ് ബാധകമല്ല. ഗവൺമെന്റിന്റെ ഏജൻസീസ് പ്രൊക്യൂർ ചെയ്യുമ്പോൾ വന്ന് ഇത് ശ്രദ്ധിച്ചാൽ മതി. ഗവൺമെന്റ് ഏജൻസീസ് എല്ലായിടത്തും ഇപ്പം FC എന്ന് പറയുന്ന എല്ലാ ഇടങ്ങളിലും വന്ന് ആരെയും ഒക്കെ പ്രൊക്യൂർ ചെയ്യാറുണ്ടോ? ഒരിക്കലും ഇല്ല. ചിലയിടങ്ങളിൽ ഇപ്പോഴും ആര് തന്നെയാണ്, പ്രൈവറ്റ് പ്ലേയേഴ്സ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് അവിടെ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഇത് എല്ലാ ആളുകളിലേക്കും പ്രൈവറ്റ് ആയിട്ടുള്ള പ്രൊക്യൂർമെന്റ് ഏജൻസീസിന് ഇത് ബാധകമല്ല എന്നുള്ളതും ഇത് മറ്റൊരു പോയിന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത്. അപ്പൊ അങ്ങനെ ഒരുപാട് അൺസർട്ടിനിറ്റീസ്, ഈവൻ തോ നല്ലൊരു കാര്യമാണ് MSP എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് അൺസർട്ടിനിറ്റീസ് ഉണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കണം. ഇവിടെ ഗവൺമെന്റ് ഏജൻസിയായിട്ട് പ്രൊക്യൂർ ചെയ്യുന്ന FC ആണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ കേരള ഗവൺമെന്റ് ഒക്കെയാണ് ഉപയോഗിച്ച് പ്രൊക്യൂർ ചെയ്യുന്നത്. നമ്മൾ സപ്ലൈക്കോ ഉപയോഗിച്ചൊക്കെ പ്രൊക്യൂർ ഉണ്ട്. സെൻട്രൽ ഗവൺമെന്റ് ആണ് MSP അവതരിപ്പിക്കുന്നത്. ഇനി സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് MSP കൊടുക്കാം, ഒരു പ്രശ്നമില്ല. പക്ഷേ സെൻട്രൽ ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്ന തുകയേക്കാൾ മുകളിലുള്ള തുകയായിരിക്കണം കൊടുക്കേണ്ടത്. അല്ലാണ്ട് ഇപ്പം നെല്ലിന് സെൻട്രൽ ഗവൺമെന്റ് 20 രൂപ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇപ്പം കേരളമാണെങ്കിൽ കൊടുക്കേണ്ടത് 20 മുകളിൽ കൊടുക്കണം, അല്ലാതെ 20 താഴെയല്ല കൊടുക്കേണ്ടത്. ഇനി ആ പ്രഖ്യാപിക്കുന്ന തുക കൊണ്ട് കേരള ഗവൺമെന്റ് അത് പ്രൊക്യൂർ ചെയ്യണം. സെൻട്രലിന്റെ FC വന്ന് പ്രൊക്യൂർ ചെയ്യുമ്പോൾ സെൻട്രൽ പ്രഖ്യാപിച്ചിരിക്കുന്ന MSP പ്രകാരമാണ് അവർ പ്രൊക്യൂർ എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ഓക്കെ, പിന്നെ ഏറ്റവും വലിയ ഡ്രോബാക്ക് ആണ് സ്റ്റാറ്റ്യൂട്ടറി ബാക്കപ്പ് ഇല്ല എന്നുള്ളത്. ഇനി ഏതൊക്കെ ക്രോപ്പുകളാണ് ഈ MSP കവർ ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 23 ക്രോപ്പുകൾ കവേർഡ് ആണ്. ഈ 23 ക്രോപ്പുകളിൽ 7 സിറിയൽസ് ഉണ്ട്, 5 പൾസസ് ഉണ്ട്, 7 ഓയിൽ സീഡ്സും ഉണ്ട്, 4 കൊമേഴ്ഷ്യൽ ക്രോപ്സ് ഉണ്ട്. ഈ കൊമേഴ്ഷ്യൽ ക്രോപ്സ് ഒക്കെ ഓർത്തിരിക്കണം കേട്ടോ. അതുപോലെ ഈ 23 ക്രോപ്പ് ഒന്ന് ഓർത്തിരിക്കുകയാണ് നല്ലതാണ്. മിക്കവാറും പരീക്ഷകൾ ഇങ്ങനെ കാണാറുള്ളത് കൊണ്ട് തന്നെയാണ്. സിറിയൽസ് എന്ന് പറയുമ്പോൾ ബജ്ര, വീറ്റ്, മെയ്സ്, പാടി, ബാർലി, റാഗി, ജോവർ ഒക്കെ തന്നെ 4 കൊമേഴ്ഷ്യൽ ക്രോപ്സുകൾ ഓർക്കണം. റോ ജൂട്ട്, കോട്ടൺ, കൊപ്ര, ഷുഗർ കേക്ക്. നമ്മൾ കണ്ടോ കൊപ്ര ഈ പറഞ്ഞ പോലെ ഇതിനകത്തുണ്ട്, പക്ഷെ കോക്കനട്ട് ഇതിനകത്തില്ല. കൊപ്ര ഈ പറഞ്ഞ പോലെ ഈ ഒരു MSP ഉണ്ടെന്നുള്ള കാര്യം നോക്കുക. പിന്നെ ഷുഗർ കെയിൻ ആക്ച്വലി MSP എന്നല്ല ശരിക്കും പറയുന്നത്. MSP ഉണ്ടെങ്കിൽ പോലും ഇതിന് പറയുന്ന ഒരു FRP എന്നാണ്. സെയിം ലോജിക് തന്നെയാണ്, പക്ഷേ ചെറിയ വ്യത്യാസമുണ്ട്. ഫെയർ ആൻഡ് റെമ്യൂണറേറ്റീവ് പ്രൈസ് എന്നുള്ളതാണ് ഷുഗർ കെയിൻ അറിയപ്പെടുന്നത്. അതായത് നമ്മൾ സാധാരണഗതിയിൽ ഇപ്പം MSP എന്ന് പറയുമ്പോഴേക്കും അത് സർക്കാരിന്റെ ഏജൻസിയാണല്ലോ ഒന്ന് പ്രൊക്യൂർ ചെയ്യുന്നത്. ഷുഗർ കെയിന്റെ കാര്യത്തിൽ നമുക്ക് ഹാർവസ്റ്റ് ചെയ്ത് അധികം നാൾ നിർത്താൻ പറ്റത്തില്ല. ബിക്കോസ് അതിന്റെ ഷുഗർ കണ്ടന്റ് നഷ്ടമായി പോകും ചൂട് അടിച്ചു കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് തന്നെ നേരിട്ട് കർഷകർ ഇത് കൊണ്ടുപോയി വെട്ടി, പറഞ്ഞ ഷുഗർ കെയിൻ വെട്ടി നേരെ കൊണ്ടുപോയി പ്രൈവറ്റ് കമ്പനികളിൽ കൊടുക്കുന്നു. അന്നേരം ആ പ്രൈവറ്റ് കമ്പനികളാണ് ഇതിന് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ പ്രൊക്യൂർമെന്റ് ആയിട്ട് ഷുഗറിന്റെ കാര്യത്തിൽ നടക്കുന്ന പ്രൈവറ്റ് ഏജൻസീസ് ആണ്. അപ്പൊ അതൊരു ചെറിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഷുഗർ കെയിന്റെ കാര്യത്തിൽ ഫെയർ ആൻഡ് റെമ്യൂണറേറ്റീവ് പ്രൈസ് FRP എന്നാണ് അറിയപ്പെടുന്നത്. സെയിം സാധനം തന്നെ MSP പോലെ തന്നെയാണ് ഓർത്തിരിക്കുക. അപ്പം 23 ക്രോപ്പുകൾക്കാണ്. അതിൽ ഒരെണ്ണം ഇപ്പം ശരിക്കും പറഞ്ഞാൽ 22 MSP പ്ലസ് 1 FRP ആണെന്നുള്ള കാര്യം ഇതിനകത്ത് ഓർത്തിരിക്കണം കേട്ടോ. ഇത്രയും കാര്യം ഓർത്തിരിക്കുക. ഇനി സർക്കാർ എങ്ങനെയാണ് MSP ഓരോ വിളകളിൽ ഇപ്പൊ നെല്ലിനാണെങ്കിൽ 20 രൂപ അല്ലെങ്കിൽ 25 രൂപ എന്നുള്ള വില തീരുമാനിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഫോമുലയുണ്ട്. പ്രീ ഫിക്സ്ഡ് ഫോമുലയാണ്. ആ ഫോമുലയ്ക്കകത്ത് ആക്ച്വലി പറഞ്ഞ പോലെ കർഷകനുണ്ടായ കോസ്റ്റ് ആഡപ്പ് ചെയ്യും. മീൻസ് ആ നെല്ല് കൃഷി ചെയ്യാനായിട്ട് എത്ര കോസ്റ്റ് വന്നു എന്നുള്ള ആഡപ്പ് ചെയ്യും. അതുപോലെ തന്നെ വീട്ടുകാരെങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ പറഞ്ഞ പോലെ കൃഷി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുടുംബപരമായിട്ടുള്ള ഒരു പരിപാടിയായിട്ടല്ലേ. ഇപ്പം അച്ഛൻ അല്ലെങ്കിൽ അമ്മ കൃഷിയെടുത്ത് ഇടങ്ങുമ്പോഴേക്കും മക്കളും ഈ പറഞ്ഞ പോലെ ആ കൃഷിക്കായിട്ട് സഹായിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അവർക്ക് ഈ പറഞ്ഞ പോലെ കൂലി കൊടുക്കുക എന്നുള്ളത് അങ്ങനെ നമ്മൾ ചെയ്യാറില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ അത് നമ്മൾ ആഡപ്പ് ചെയ്യണം. അത് ഇതിനകത്ത് കോസ്റ്റ് ആയിട്ട് ആഡപ്പ് ചെയ്യണം. അപ്പൊ ഇംപ്ലിസിറ്റ് ആയിട്ടുള്ള ഫാമിലി ലേബർ നമ്മൾ അവിടെ ആഡ് ചെയ്യണം. അതേപോലെ ഈ പറഞ്ഞ പോലെ
എന്തെങ്കിലും അവിടെ ഈ പറഞ്ഞ പോലെ തൂമ്പ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും കലപ്പ ആയിക്കോട്ടെ, എന്തെങ്കിലും മെഷീനറീസ്, അല്ലെങ്കിൽ വെള്ളം അടിക്കാണ്ട് മോട്ടർ ആയിക്കോട്ടെ, ഇതൊക്കെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും നമ്മൾ റെന്റിനൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ വരുന്ന തുക ഈ പറഞ്ഞ പോലെ എങ്ങോട്ടേക്ക് നമുക്ക് കണക്കാക്കേണ്ടി വരും, അതിന്റെ കോസ്റ്റ് ആയിട്ട് കണക്കാക്കേണ്ടി വരും. അപ്പൊ ഇങ്ങനെയുള്ള കോസ്റ്റ് എല്ലാം കൂടെ കണക്കാക്കി നമ്മുടെ കമ്മീഷൻ ഫോർ അഗ്രികൾച്ചർ കോസ്റ്റ് ആൻഡ് പ്രൈസസ് CACP ആണ് ഓരോ വിളകൾക്കും, നേരത്തെ നമ്മൾ കാണിച്ച 23 വിളയിൽ ഓരോണ്ണത്തിനും എത്രയാണ് MSP പറയേണ്ടത് എന്നുള്ള കാര്യം ഡിറ്റർമൈൻ ചെയ്യുന്നത്. എന്നിട്ട് ആ റെക്കമെൻഡേഷൻ വെച്ചിട്ട് നമ്മുടെ ഈ പറഞ്ഞ പോലെ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ്, ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ് CCEP, ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ് ആണ് ഈ പറഞ്ഞ പോലെ ഇവിടെ നമ്മുടെ MSP ഡിക്ലെയർ ചെയ്യുന്ന ഒരു കാര്യം കൊടുക്കുക. കമ്മീഷൻ ഫോർ അഗ്രികൾച്ചർ കോസ്റ്റ് ആൻഡ് പ്രൈസ് അതിനെ റെക്കമെൻഡ് ചെയ്യും. ആ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചറിന്റെ കീഴിൽ, ഫാം വെൽഫെയറിന്റെ കീഴിലുള്ള ഒരു കമ്മീഷനാണ്. ഇവരുടെ റെക്കമെൻഡേഷൻ ഈ പറഞ്ഞ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ് ആണ് ഇവിടെ പ്രഖ്യാപിക്കുന്നത്. അത് പ്രഖ്യാപിക്കുന്നതും സോവിങ്ങിന് മുമ്പാന്നുള്ള കാര്യം ഓർക്കണം കേട്ടോ. അപ്പം MSP ഡിക്ലെയർ ചെയ്യുന്ന സോവിങ്ങിന് മുമ്പാണ്, വിളവ് ഇറക്കുന്നതിന് മുമ്പാണ്, അല്ലാണ്ട് ഹാർവസ്റ്റിംഗ് സമയത്തല്ല ഇത് പ്രഖ്യാപിക്കുന്നത്, സോവിങ്ങിന് മുമ്പാണ്. അതായത് ഓരോ വിളകളുടെ MSP എത്രയുണ്ടെന്നുള്ളത് മനസ്സിലാക്കി ഒരു ഇൻഫോംഡ് ചോയ്സ് കർഷകന് കിട്ടും. അത് മനസ്സിലാക്കി എന്ത് ചെയ്താൽ മതി, അടുത്ത കൊല്ലം ഈ കൊല്ലം ഏത് ഞാൻ കൃഷി ചെയ്യണം, നെല്ല് വേണോ ഗോതമ്പ് വേണോ ഏത് വേണം എന്നുള്ള കാര്യം കർഷകന് തീരുമാനിക്കാനായിട്ട് സാധിക്കും. പക്ഷേ MSPയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഏതാണെന്ന് ചോദിച്ചാൽ ഇതിന് സ്റ്റാറ്റ്യൂട്ടറി ബാക്കപ്പ് ഇല്ല, നമ്മൾ നേരത്തെ കണ്ട പോലെ. അതുപോലെ തന്നെ ഈ 23 ക്രോപ്പുകൾ നമ്മൾ കണ്ടല്ലോ, ഈ 23 ക്രോപ്പും സർക്കാർ എന്ത് ചെയ്യില്ല, പ്രൊക്യൂർ ചെയ്യില്ല. സർക്കാർ ഏറ്റവും കൂടുതൽ അതിനകത്ത് പ്രൊക്യൂർ ചെയ്യുന്നത് വീറ്റും പാഡിയും റൈസും മാത്രമാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് കൂടുതൽ സർക്കാർ പ്രൊക്യൂർ ചെയ്യുന്നത്. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇതെല്ലാം പ്രൊക്യൂർ ചെയ്യുന്നത് FCI ആണല്ലോ. FCI കൂടുതൽ ആവശ്യമുള്ള ഇതാണ്. ബിക്കോസ് FCI വീറ്റും പാഡിയും കളക്ട് ചെയ്ത്, മീൻസ് പ്രൈസും കളക്ട് ചെയ്തിട്ട് അത് നമ്മുടെ ഇവിടെ ഫെയർ പ്രൈസ് ഷോപ്പുകൾ, അതായത് റേഷൻ ഷോപ്പുകളിൽ അത് വിറ്റഴിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് അത് രണ്ടും കൂടുതൽ പ്രൊക്യൂർ ചെയ്യാറുള്ളത്. ബാക്കി ഒന്നും സർക്കാർ ഇപ്പോൾ FCI ആണെങ്കിലും കുറച്ച് മാത്രമേ പ്രൊക്യൂർ ചെയ്യാറുള്ളൂ. ഇനി ഇതിന് ലോ ഒന്നും ഇല്ലാത്ത കാരണം ഈ ഇപ്പം നെല്ലിന് 23 രൂപ കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രൈവറ്റ് കമ്പനികൾക്ക് കേൾക്കണം എന്ന് നിർബന്ധമില്ല. കാരണം അത് നിയമമല്ല, നിയമമായിട്ട് അതിന് ഇല്ലാത്ത കാരണം പ്രൈവറ്റ് കമ്പനീസിനൊന്നും അത് ബാധകമല്ലാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർഷകൻ എല്ലായ്പ്പോഴും സ്റ്റേബിൾ ഇൻകം കിട്ടുന്നുണ്ടെന്ന് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഇത്രയാണ് ആ ഒരു ആർട്ടിക്കിൾ നമ്മൾ കൃത്യമായിട്ടും പഠിക്കേണ്ടതുള്ളത്. ഓക്കെ, തന്നെ ഈ പറഞ്ഞ നമ്മുടെ ലാസ്റ്റ് ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാണ്. ഇന്ത്യസ് അർബൻ ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസിംഗ് നീഡ്സ് ആൻഡ് റിയാലിറ്റി എന്നുള്ളതാണ് ആർട്ടിക്കിൾ ഹെഡ്ലൈൻ ആയിട്ട് മാറിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ അർബൻ ഇൻഫ്രാസ്ട്രക്ചർ, നമ്മുടെ മുനിസിപ്പാലിറ്റീസ് ഇവയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഡേറ്റാസ് ആണ്. അതായത് ഇവിടെ പബ്ലിഷ് ചെയ്തിരിക്കുന്ന വേൾഡ് ബാങ്കിന്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ നിലവിൽ ഈ പറഞ്ഞ പോലെ ഏകദേശം 2018 ഡേറ്റ വെച്ചിട്ടാണ്, ഇപ്പൊ നമുക്ക് നിലവിൽ സെൻസസ് ഒന്നും വന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് വേൾഡ് ബാങ്ക് ആണല്ലോ 2018 കണക്ക് വെച്ചിട്ടാണ് ഈ ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്നത്. ഇതിനകത്ത് കുറച്ച് ഡേറ്റാസ് നമുക്ക് കിട്ടാനായിട്ടുണ്ട്, അതാണ് മെയിൻലി നമുക്ക് നോക്കേണ്ടത്. 2018 കാലയളവ് നോക്കുവാണെങ്കിൽ ഇന്ത്യയിലെ അർബൻ പോപ്പുലേഷൻ ഓൾമോസ്റ്റ് 400 മില്യൺ ആയിരുന്നു. അത് 2036 ആകുമ്പോഴേക്കും ഏകദേശം 800 മില്യൺ ആയിട്ട് മാറും എന്നുള്ളതാണ് വേൾഡ് ബാങ്കിന്റെ റിപ്പോർട്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ 2036 ആകുമ്പോൾ ഈ 800 മില്യൺ ആളുകളിലേക്ക് ജനസാന്ദ്രത, മീൻസ് പോപ്പുലേഷൻ, ടോട്ടൽ പോപ്പുലേഷൻ നമ്മുടെ നഗരങ്ങളിൽ എത്തുമ്പോഴേക്കും ബൈ 2036 നമുക്ക് ഏകദേശം 70 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപങ്ങൾ നഗരങ്ങളിലേക്ക് നടത്തേണ്ടി വരും. ബിക്കോസ് ആളുകളുടെ ജീവിത നിലവാരത്തിലൊക്കെ തന്നെ ബെറ്റർമെന്റ് കൊണ്ടുവരാനായിട്ട്, നല്ല റോഡുകളും എല്ലാം തന്നെ പണിയാനായിട്ട് നഗരങ്ങൾ കേന്ദ്രീകരിച്ച് 70 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം 2036 കൂടി വേണ്ടി വരുമെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ നിലവിൽ നമ്മൾ, അതായത് 70 ലക്ഷം കോടി രൂപ 2036 കൂടി ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം നമ്മൾ ശരാശരി 4.6 ലക്ഷം കോടി രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം നഗരങ്ങളിൽ. നിലവിൽ ഇന്ത്യയിൽ ചെയ്യുന്ന എത്രമാത്രമേ ഉള്ളൂ, 1.3 ലാക്ക് ക്രോർ റുപ്പീസിന് മാത്രമാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്. അപ്പം വേണ്ടതിൽ എത്രയോ താന്നാണ്, ജസ്റ്റ് 1/4 മാത്രമേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ നഗരങ്ങളിലെ സൗകര്യങ്ങൾ വളരത്തില്ല, ഇൻഫ്രാസ്ട്രക്ചർ ബെറ്റർ ആകത്തില്ല. ആകപ്പാടി 1.3 ലാക്ക് ക്രോർ റുപ്പീസ് ആണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. അതിൽ തന്നെ 50% സ്പെൻഡ് ചെയ്യുന്ന ബേസിക് അർബൻ സർവീസസ് ആണ്, വിത്ത് അതർ ഹാഫ് ഫോർ അർബൻ ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ അർബൻ ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ടാണ് മെയിൻ നല്ലൊരു ഭാഗവും സ്പെൻഡ് ചെയ്യുന്നത്. മറ്റീ പറഞ്ഞ പോലെ എന്താ പറയാ, ജനങ്ങൾക്ക് അവിടെ നല്ല വീട് വെക്കാനായിട്ടുള്ള, അല്ലെങ്കിൽ പറഞ്ഞ പോലെ സ്ലം ഏരിയാസ് മാറ്റി ബെറ്റർ ആയിട്ടുള്ള ലിവിംഗ് കണ്ടീഷൻസ് ഒരുക്കാനായിട്ട് അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ചെലവുകൾ വളരെയധികം കുറവാണെന്നുള്ള കാര്യം ഓർക്കാം. അപ്പൊ ഇത് എന്തുകൊണ്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, ഈ 4.6 ലക്ഷം കോടി രൂപ സ്പെൻഡ് ചെയ്യുന്നിടത്ത് എന്തുകൊണ്ട് 1.3 മാത്രം സ്പെൻഡ് ചെയ്യുന്നുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിനാൻസ് ആണ് ഏറ്റവും പ്രശ്നമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ലോക്കൽ ലെവലിലെ മുനിസിപ്പൽ ഫിനാൻസിന്റെ അൺഅവൈലബിലിറ്റി. മുനിസിപ്പൽ ഫിനാൻസ് എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മുടെ ടോട്ടൽ GDP-യുടെ 1% മാത്രമേ വരുന്നുള്ളൂ, അത്രമാത്രം കുറവാണ്. ഇനി ഇവിടെ ഈ പറഞ്ഞ പോലെ നമ്മൾ അർബൻ ഏരിയാസ് ഇൻവെസ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഇപ്പൊ നിലവിൽ 1.3 ലാക്സ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ആ 1.3 ലാക്ക് ഇൻവെസ്റ്റ്മെന്റ്സിന്റെയും ഏകദേശം 45% മാത്രമേ ഉള്ളൂ അർബൻ ഇൻവെസ്റ്റ്മെന്റിലേക്ക് മുനിസിപ്പൽ ബോഡീസ് ചെയ്യുന്നുള്ളൂ. ബാക്കി 65%, ബാക്കി 55% നിലവിൽ പറയുകയാണെങ്കിൽ അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റ്സ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ചേർന്നിട്ടാണ് ബാക്കി റെസ്റ്റ് 55% അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ മുനിസിപ്പൽ ബോഡീസിന്റെ ഇൻവെസ്റ്റ്മെന്റ് ലെവൽ കുറവാണ്. അതിനെല്ലാം കുറവ് കാരണം അവർ ചൂണ്ടിക്കാണിക്കുന്ന വേറെ ഒന്നുമല്ല, അവർക്ക് ഫണ്ട് കളക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. സോ ഇവിടെ ഈ പറഞ്ഞ പോലെ
ഫണ്ട് കളക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ഇവിടെ മുനിസിപ്പാലിറ്റീസിന്റെ റവന്യൂ നല്ല രീതിയിൽ ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട്. 2010 കാലഘട്ടത്തിൽ 51% ഉണ്ടായിരുന്ന അവരുടെ റവന്യൂ, സ്വന്തമായിട്ട് അവർക്കുണ്ടായിരുന്ന റവന്യൂ എന്ന് പറയുന്നത്, ഐ മീൻ മുനിസിപ്പാലിറ്റിയുടെ കയ്യിലേക്ക് വരുന്ന പൈസയിൽ 51% അവർ കണ്ടെത്തുന്ന വരുമാനമായിരുന്നു. ഇപ്പൊ അത് വെറും 43%ആയിട്ട് മാറിയിട്ടുണ്ട്. ബാക്കി ഈ പറഞ്ഞ പോലെ ഒരു 57% സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റുകളും കൊടുക്കുന്ന ഗ്രാന്റുകളാണെന്നുള്ള കാര്യം ഓർക്കണം. അപ്പൊ ഇവിടുന്ന് എങ്ങനെയാണ് പഞ്ചായത്തുകളുടെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളുടെ ഒക്കെ തന്നെ വരുമാനം വർദ്ധിപ്പിക്കാൻ പറ്റുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് പ്രോപ്പർട്ടി ടാക്സ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അർബൻ ലോക്കൽ ബോഡീസ് ആയ ബംഗളൂരു ആയിക്കോട്ടെ, പ്രധാനപ്പെട്ട നഗരങ്ങളാണ് ബംഗളൂരു, ജയ്പൂർ, ഇവരൊക്കെ കളക്ട് ചെയ്യുന്നതിനകത്ത് ഒള്ളി ഈ പറഞ്ഞ പോലെ അവരുടെ മൊത്തം വരുമാനത്തിന്റെ ഏകദേശം 5 മുതൽ 20% മാത്രമേ അവർ കളക്ട് ചെയ്യുന്നുള്ളൂ. ബാക്കി 80%-ഓളം അവർ റവന്യൂ കളക്ട് ചെയ്യാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ റവന്യൂ കളക്ഷനിൽ ഇൻഎഫിഷ്യൻസി പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും വരുമാനം കുറയുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. ഇവിടെ കഴിഞ്ഞ വർഷങ്ങളിൽ ഇവിടുത്തെ പ്രോപ്പർട്ടി ടാക്സ് ആയിട്ട്, മീൻസ് നമ്മൾ പ്രോപ്പർട്ടി ടാക്സ് ഇപ്പം പഞ്ചായത്തുകളിലൊക്കെ അടയ്ക്കുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പൊ ഇങ്ങനെ ഈ പറഞ്ഞ സ്ഥലത്തിനൊക്കെ തന്നെ, അല്ലെങ്കിൽ കെട്ടിട നികുതിയൊക്കെ ആയിട്ട് ഇങ്ങനെ പ്രോപ്പർട്ടി ടാക്സ് കളക്ഷന്റെ ഭാഗമായിട്ട് നമ്മുടെ കഴിഞ്ഞ വർഷം രാജ്യത്തുടനീളമുള്ള എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയോട് ചേർത്ത് കഴിഞ്ഞപ്പോൾ അത് 25,000 കോടി രൂപ മാത്രമാണ് ഇരിക്കുന്നത്. ഇറ്റ് ഇസ് ഓൺലി ജസ്റ്റ് 0.15% ഓഫ് ടോട്ടൽ ഇന്ത്യസ് GDP. അപ്പൊ അത്രത്തോളം കുറവ് റവന്യൂ കളക്ഷൻസ് ആണ് സത്യം പറഞ്ഞാൽ നമ്മുടെ നഗരങ്ങളിലെ മുനിസിപ്പാലിറ്റീസിലും അർബൻ ലോക്കൽ പഞ്ചായത്തുകളിലൊക്കെ കിട്ടുന്നത്. ഇത്രയുമാണോ ഇവരുടെ അളവെന്ന് ചോദിച്ചാൽ അല്ല. ഇതിനൊക്കെ ഒരുപാട് മുകളിൽ കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ബട്ട് റിക്കവറി സർവീസസിലെ പോരായ്മകളാണ്, ഇൻഎഫിഷ്യൻസീസ് ആണ് മെയിൻലി നമുക്കിത് പറയാനായിട്ട് സാധിക്കുന്നത്. സോ ഇവിടെ ഈ പറഞ്ഞ പോലെ ഏറ്റവും അപ്പൊ റവന്യൂ മാക്സിമം ആയിട്ട് കിട്ടുന്നില്ല എന്നുള്ള രണ്ടാമത്തെ പോയിന്റ്. ഇനി കിട്ടുന്ന റവന്യൂ, അതായത് സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റുകളൊക്കെ ഗ്രാന്റ് കൊടുക്കുമല്ലോ, ഈ കിട്ടുന്ന രൂപ പോലും പലപ്പോഴും ഇവിടെ എന്ത് ചെയ്യാറില്ല, അർബൻ ലോക്കൽ ബോഡീസ് സ്പെൻഡ് ചെയ്യാറില്ല. ഇപ്പൊ ഉദാഹരണം പറയുവാണെങ്കിൽ ഹൈദരാബാദ്, ചെന്നൈ ഇവരൊക്കെ പറയുവാണെങ്കിൽ അവർക്ക് കിട്ടിയ ക്യാപിറ്റൽ ബഡ്ജറ്റിന്റെ 50% മാത്രമേ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. 100 കോടി ചെലവാക്കണം എന്നുള്ളതാണ് ബഡ്ജറ്റ് ഇട്ടിരുന്നെങ്കിൽ അതിനകത്ത് 50 രൂപ മാത്രമേ ചെലവാക്കാറുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട അർബൻ ലോക്കൽ ബോഡീസിന്റെ ഒക്കെ തന്നെ എന്താ പറയുക, ഒരു കുറച്ചുകൂടെ റീവാമ്പ് ചെയ്യാനായിട്ട് അവതരിപ്പിച്ച സ്കീമുകളൊക്കെയാണ് അമൃത് മിഷൻ എന്ന് പറയുന്നത്, അടൽ മിഷൻ ഫോർ റീജുവിനേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ. ആ അമൃത് മിഷന്റെ ഈ പറഞ്ഞ ഏകദേശം അലോക്കേറ്റ് ചെയ്ത എമൗണ്ടിന്റെ 80% മാത്രമേ മിക്ക ലോക്കൽ ബോഡീസ് സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. അതുപോലെ സ്മാർട്ട് സിറ്റി മിഷന്റെ ഒക്കെ ആണെങ്കിൽ 70% ഫണ്ടുകൾ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഫണ്ടുകൾ പ്രോപ്പറായിട്ട് സ്പെൻഡ് ചെയ്യുന്നില്ല, അത് കൃത്യമായിട്ട് എവിടേക്കാണ് സ്പെൻഡ് ചെയ്യുന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതൊക്കെ തന്നെ ലോക്കൽ ബോഡീസ് ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് ആണ്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടതാണ്, പണ്ട് കാലങ്ങളിൽ നമുക്ക് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്, ഇപ്പം ഫണ്ട് സ്വന്തമായിട്ട് കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രശ്നം. അതിന് ഏറ്റവും നല്ല മാർഗ്ഗമാണ് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് മോഡൽ. ഈ PPP മോഡൽ നമ്മൾ നിലവിൽ പറയുവാണെങ്കിൽ അതിന്റെ പെർഫോമൻസ് താഴേക്ക് പോകുന്നുണ്ട്. ബിക്കോസ് 2012 പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് മോഡലായിട്ട് നമ്മുടെ രാജ്യത്ത് ഏകദേശം ഇവിടെ അർബൻ ലോക്കൽ ബോഡി ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ആയിട്ട് 8,300 കോടി രൂപ ഉണ്ടായിരുന്നതാണ്. അതിപ്പോൾ 2018 ആയപ്പോൾ വെറും 467 കോടി രൂപയായിട്ട് മാറി. ഓൾമോസ്റ്റ് ഒരു 5% ലെവലിലേക്ക് അത് മാറിയിട്ടുണ്ട് നേരത്തെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ നമുക്ക് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് മോഡലുകൾ അട്രാക്ട് ചെയ്യാൻ പറ്റുന്നില്ല, അതിനുള്ള നല്ല നല്ല പ്രോജക്റ്റുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂസ് ആയിട്ട് മാറിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഐഡന്റിഫൈ ചെയ്ത ഇഷ്യൂസ്, ഒന്നാമത്തെ ഈ പറഞ്ഞ ഇവർക്ക് ഫണ്ട് കണ്ടെത്താൻ പറ്റുന്നില്ല, ഇനി കണ്ടെത്തിയ ഫണ്ടുകൾ ഇപ്പോൾ പ്രോപ്പറായിട്ട് നമുക്ക് വിനിയോഗിക്കാൻ പറ്റുന്നില്ല, മൂന്നാമതായിട്ട് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് മോഡലുകളിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് കിട്ടാനായിട്ട് പറ്റുന്നില്ല. ഈ 3 ഇഷ്യൂസിനെ എങ്ങനെയൊക്കെ നമുക്ക് തരണം ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഈ പറഞ്ഞ പോലെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു റിഫോം എഴുതിയിരിക്കുന്നതിനകത്ത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പറയുന്ന ഒരു കാര്യമാണ് റവന്യൂ കളക്ഷൻ കൂടുതൽ എഫിഷ്യന്റ് ആക്കി മാറ്റണം. അത് കുറേ കൂടെ ഓട്ടോമേറ്റഡ് ആയിട്ട് മാറ്റണം. ഓട്ടോമേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും പേയ്മെന്റുകളും കാര്യങ്ങളൊക്കെ ഓൺലൈനിൽ നൽകാനായിട്ടുള്ള സൗകര്യം വേണം. ഇന്നിപ്പോൾ ഇന്റർനെറ്റ് മിക്കയിടങ്ങളിലും, എല്ലായിടങ്ങളിലും എന്ന് പറയുന്നില്ല, മിക്കയിടങ്ങളിലും ഇന്റർനെറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓൺലൈനായിട്ട് സ്മാർട്ട് ഫോൺ ഫെസിലിറ്റിയും എല്ലാവർക്കും തന്നെ കണ്ടിരിക്കും, ബഹുഭൂരിപക്ഷം ആളുകളും കണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഓൺലൈനായിട്ട് പേയ്മെന്റ് ചെയ്യാനായിട്ട്, ഇത്തരത്തിൽ പ്രോപ്പർട്ടി ടാക്സ് ഒക്കെ ഓൺലൈനായിട്ട് പേ ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കണം. അതിനുള്ള വിദ്യാഭ്യാസം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. പിന്നെ ഈ പറഞ്ഞ കൃത്യമായിട്ടും അത് ഏറ്റവും പ്രധാനം, അത് റവന്യൂ കളക്ഷൻ ആണെങ്കിലും കുറച്ചൊക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന പോയിന്റുകളാണ്. പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ഇവിടെ നമ്മുടെ നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതിനെ കുറിച്ചൊരു കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാവണം. ഒരു റോബസ്റ്റ് പൈപ്പ് ലൈൻ ഓഫ് പ്രൊജക്ടുകൾ ഉണ്ടായിരിക്കണം. ഓരോ കാലഘട്ടത്തിൽ എന്തൊക്കെയായിരിക്കണം നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത്, റോഡുകൾ കൃത്യമായിട്ടും വീതി കൂടണം, അതിന്റെ ലെവൽ ഓഫ് ഈ പറഞ്ഞ പോലെ കൺസ്ട്രക്ഷണൽ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരണം. അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു റോബസ്റ്റ് പൈപ്പ് ലൈൻ ഓഫ് പ്രോജക്റ്റുകൾ നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ സാധിക്കണം. അതിനുവേണ്ടി ഒരു ഹൈ പവർ എക്സ്പെർട്ട് കമ്മിറ്റിയെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം, നിയോഗിക്കാനായിട്ട് സാധിക്കണം. ഇങ്ങനെ ഓരോ എന്താണോ പ്രൊജക്ട് വേണ്ടത് എന്നുള്ള ഐഡന്റിഫൈ ചെയ്ത് അതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഫണ്ട് ചെലവാക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അല്ലാതെ ഈ പറഞ്ഞ പോലെ തോന്നുന്ന പോലെ ഫണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കൂടുതൽ ഇങ്ങനെ ചെലവാകെ കിടക്കും. അപ്പോൾ അപ്പുറത്ത് വേറെ പൈസ ആവശ്യമുള്ള സെക്ഷൻസ് വേറെ ഉണ്ടാവും, അവിടെ ഫണ്ട് കിട്ടാതെ വരും. ഇവിടെ കുറെ അനാവശ്യമായിട്ട് പൈസ ഒന്നെങ്കിൽ സ്പെൻഡ് ചെയ്യുന്ന സിറ്റുവേഷൻസ് വരും. അതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ
ഈ ഒരു പ്രൊജക്ട് പ്രിപ്പറേഷനകത്തൊക്കെ തന്നെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും സഹായവും കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. പിന്നെ ഇത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ ഡിസൈൻ ചെയ്യുമ്പോൾ അതിന്റെ ഫിനാൻഷ്യൽ വയബിലിറ്റി നോക്കണം, സോഷ്യൽ ആയിട്ടുള്ള വയബിലിറ്റി നോക്കണം, എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി എല്ലാം നോക്കി മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകളൊക്കെ നമുക്ക് ചെയ്യാൻ പാടുള്ളൂ. കാരണം അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇന്ത്യ എന്ന് പറയുന്ന ക്ലൈമറ്റ് ചേഞ്ചിന് വളരെ വളരെ വളറബിൾ ആയിട്ടുള്ള ഏരിയാസ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കി മാത്രമേ നമ്മൾ ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകൾ റൺ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഇവിടെ ക്യാപ്ചർ ലാൻഡ് വാല്യൂ ഇൻ ട്രാൻസ്പോർട്ടേഷൻ പ്രൊജക്റ്റ് എന്നൊക്കെ തന്നെ ഉപയോഗിച്ച് നമുക്ക് ലാൻഡ് വാല്യൂ കൂടുതലായിട്ടും ക്യാപ്ചർ ചെയ്യാൻ പറ്റണം. കൂടുതൽ ഈ പറഞ്ഞ പോലെ മെട്രോ റെയിൽ പ്രൊജക്റ്റുകൾ കൊണ്ടുവരാനായിട്ട് സാധിക്കണം. മെട്രോ റെയിൽ, മോണോ റെയിൽ പ്രൊജക്റ്റുകളൊക്കെ കൂടുതൽ കൊണ്ടുവന്ന് ഈ പറഞ്ഞ പോലെ കൂടുതൽ ജോലി നമുക്ക് ഇവിടെ ആളുകൾക്ക് കൊടുക്കാൻ സാധിക്കണം. അതുവഴി കൂടുതൽ കണക്ടിവിറ്റി ഒക്കെയാണ് ഗവൺമെന്റ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ അർബൻ ഫിഗർ ഹിഞ്ചസ് ഇത്തരത്തിൽ ഈ പറഞ്ഞ അർബൻ ഏരിയാസ് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂസ്, നമുക്ക് ഡെവലപ്മെന്റിന് വേണ്ടി ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് ഒക്കെ കുറേയൊക്കെ നമുക്ക് മാറ്റി ഈ പറഞ്ഞ പോലെ ഒരു നല്ലൊരു ഡെവലപ്മെന്റ് നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഇതിനെ നമ്മൾ ഡിസ്കസ് ചെയ്ത കുറച്ച് ഡേറ്റാസ് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും. അതാണ് നമുക്ക് കൂടുതൽ മെയിൻസിനകത്ത് കൂടുതലായിട്ടും ഈ ടോപ്പിക്കിൽ നിന്നും ആവശ്യമായിട്ട് മാറുന്നത്. ഓക്കെ, ദെൻ ഈ പറഞ്ഞ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. MSP ആയിട്ട് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത മിനിമം സപ്പോർട്ട് പ്രൈസുമായിട്ട് നമ്മുടെ ഒരു 2 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ 2 സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കി ആൻസർ ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ 2 സ്റ്റേറ്റ്മെന്റ് വായിച്ച് കൃത്യമുള്ള അതിന്റെ ആൻസർ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവരും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.